അതോ കളിച്ചടക്കോ? ആണോ? പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? കുട്ടികളുടെ അവിടെ ആരുണ്ട്? കുട്ടികളുടെ അവിടെയുണ്ട്. കുട്ടികളെ പഠിത്തത്തിലുണ്ടല്ലോ. അതെ, ഈ നമ്മുടെ കുട്ടികൾക്ക് പാഠം പറഞ്ഞു കൊടുക്കാനായിട്ടേ ആരെങ്കിലും ഉണ്ടോ അവിടെ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ വായിക്കാൻ അറിയാമോ കുട്ടികളുടെ? പഠിച്ചവരുണ്ടല്ലോ. പഠിച്ചവരുണ്ടോ? അവര് പറഞ്ഞു പഠിപ്പിക്കും. അപ്പൊ എല്ലാരും പാസ്സാവോ ഇക്കൊല്ലം? ആണോ? അവിടെ ഏറ്റവും പഠിച്ച കുട്ടി ആരാ നിങ്ങളുടെ കൂട്ടത്തില്? എൻ്റെ മകൻ്റെ കുട്ടി. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പതിവായിട്ട് വൈകുന്നേരം ഒരു പഠനത്തിന് സഹായിക്കാനായിട്ട് ഇപ്പോൾ ചില പഞ്ചായത്തുകളിൽ പഠിപ്പുര എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോജക്റ്റുകളുണ്ട്. അതുപോലെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിലേ ഈ കുട്ടികളുടെ പഠിത്തം ശരിയാവുകയുള്ളൂ. മിക്കവാറും സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് മനസ്സിലാവുക പോലും ഇല്ല. അപ്പോൾ ഇവരുടെ പശ്ചാത്തലത്തിൽ നിന്ന് അവരെ സഹായിക്കാനായിട്ടുള്ള എന്തെങ്കിലും പദ്ധതി ഉണ്ടാക്കണം. സാർ, ഇത് നിരന്തരം നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സാറ് പറഞ്ഞു 3 വർഷമായി ഞങ്ങൾ പടിപ്പടിയായിട്ട് ഇപ്പോൾ അയ്യപ്പനെ ഇവിടെ എത്തിക്കുന്ന അവസ്ഥ വരെ എത്തി നിൽക്കുക കാര്യങ്ങൾ. അപ്പോൾ കുട്ടികളുടെ അവസ്ഥ അത് തന്നെയായിരുന്നു സാർ. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ പാതി കുട്ടികൾ സ്കൂളിൽ പോയിരുന്നു, പാതി പേര് പോയിരുന്നില്ല. ടീച്ചറുമായിട്ട് തന്നെ ഇപ്പോൾ അടുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തവണ ഞങ്ങൾ അതിനുവേണ്ടി മാത്രം ഒരു പ്രോജക്റ്റ് വച്ചിട്ടുണ്ട്. കിൻഡൽ ഗാർഡൻ എന്ന പേരിലൊരു സ്ഥാപനം അവിടെ ഇപ്പോൾ പ്രവർത്തനം ആരംഭഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ വന്ന അവസ്ഥയ്ക്ക് ഇനി ഞങ്ങൾക്ക് കൃത്യമായും വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ അറേഞ്ച് ചെയ്തുകൊണ്ട് പോഷകാഹാരങ്ങളും വൈകുന്നേരത്ത് അവരല്ലാതെ വന്നിരിക്കില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിന് വേണ്ടി ഇത്തവണ സ്പെഷ്യലായിട്ട് ഞങ്ങൾ പ്രോജക്റ്റ് തന്നെ വെച്ചിട്ടുണ്ട് സാർ. നിരന്തരമായി വരും ഘട്ടങ്ങളിൽ അത്തരം ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലാണ്. പിന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് നമ്മൾ വലിയ കോൺക്രീറ്റ് വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥായിയായ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ഒരു ഇച്ചിരി മടി പൊതുവേ ഉള്ള ആളുകളാണല്ലോ. അപ്പം അങ്ങനെ ആ പുതിയ വീടുകളിലുള്ള താമസത്തിന് നിങ്ങൾ എന്തെങ്കിലും പ്രിപ്പറേഷനോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നുണ്ടോ? അതോ മടി കൂടാതെ അവർ ആ വീടുകളിലേക്ക് താമസം മാറ്റും? ഇപ്പോൾ ഇവിടെ കണ്ടു കക്കൂസ് പുതുതായിട്ട് ചെയ്യുന്നവർക്ക് കക്കൂസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കുമെന്ന്. അപ്പോൾ ശരിക്കും അതൊരു നല്ല കാര്യമാണ്. ആ കക്കൂസ് ഉണ്ടോ അല്ല ശുചിത്വം, ബേസിക് ശുചിത്വം എന്ന് പറയുന്നത് പാലിക്കപ്പെടാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്? വരുമാനത്തോടൊപ്പം തന്നെ വൃത്തിയുള്ള അന്തരീക്ഷവും ആരോഗ്യവും എന്നുള്ളൊരു കണക്കാക്കില്ല. അല്ല, ഇത് മുൻപ് ഇവർ ഒരു സ്ഥലത്ത് താമസിക്കാൻ തന്നെ മടി കാണിച്ചിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. ഈ വീട് വെക്കാൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ 2-3 വീടുകൾ ആദ്യം പഞ്ചായത്ത് ഒരു സ്ഥലം എടുത്ത് വീട് കെട്ടി. എന്നിട്ട് ഒരാളുടെ അടുത്ത് ചെന്ന് നിങ്ങളവിടെ താമസിക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു 5-8 പട്ടികളുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല. കാരണം അവിടെ പോയാൽ ഈ പട്ടികളെ നാട്ടുകാർ ഉപദ്രവിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വീട് കഴിഞ്ഞ് എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച ഒരാളുണ്ടായിരുന്നു. അത് ഒരാളുടെ അഭിപ്രായമല്ല, പല ആളുകളും അങ്ങനെയാണ്. അവർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വീട് വെച്ചാൽ മാത്രമേ അവരവിടെ താമസിക്കുകയുള്ളൂ. ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അവരെവിടെയാണോ ഇരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങളിപ്പോൾ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അവിടെ ആദ്യം ഈ വീട് വെക്കാൻ പുറപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് RC വീട് വേണ്ട, ഷീറ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഷീറ്റിനേക്കാളും വിലയുള്ള ഇതാണ്, പക്ഷേ അത് വീണാലോ എന്നുള്ളൊരു ഭയമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, അവർ പതുക്കെ മാറി നമ്മുടെ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ശുചീകരണം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് വീട് താമസം തുടങ്ങുന്നതോടുകൂടി തന്നെ കുറച്ചുകൂടെ നമ്മളവിടെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമ്മളെപ്പോലെ തന്നെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ അവർ കൊണ്ടുവരാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് ഞങ്ങളുടെ അനുഭവം മനസ്സിലാക്കിയിട്ടുള്ളത്. 1-2 കാര്യങ്ങൾ. ഒന്ന്, അവിടെ ആശുപത്രി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇവിടെ ഇടപെടൽ, പ്രത്യേകിച്ച് അവിടുത്തെ കുട്ടികൾക്കെല്ലാം സമ്പൂർണ്ണമായിട്ട് നമുക്ക് രോഗപ്രതിരോധ മരുന്നുകൾ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? 2 മാസത്തിൽ ഒരിക്കലും ഒരു മെഡിക്കൽ ക്യാമ്പ് അവിടെ നടത്തുന്നുണ്ട്. കാരണം ഈ അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഇവർ ഓരോ ഭാഗത്തും ടേണായിട്ട് അവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. പിന്നെ ഇവരെ എപ്പോൾ വേണമെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്തിക്കാനുള്ള ഒരു അസുഖമാണോ മറ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും ഇൻഫോം ചെയ്താൽ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ എത്തിക്കാനും ഇവർ ഡോക്ടറെ എത്തിക്കാനുള്ള സംവിധാനം അവിടെയുണ്ട്. അല്ല, കാരണം പലപ്പോഴും നമ്മളൊക്കെ കരുതുന്ന പോലെ പലതും അവർ രോഗമാണെന്ന് തിരിച്ചറിയണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയും കൂടെ നടത്തേണ്ടി വരും. രോഗമുണ്ടെന്ന് സ്വയം തോന്നണമെന്നില്ല. പലപ്പോഴും അത് ഒരു JPHN ആ ഭാഗത്തുള്ളവരുണ്ട്. അവർ മിക്കവാറും അവിടെ ഈ പറഞ്ഞ പോലെ പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ത്രീ ബ്ലീഡിംഗ് ആയിരുന്നു ഞങ്ങൾ ഒരു ദിവസം പോകുമ്പോൾ, ആരും നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ജീപ്പിലാണ് ഞങ്ങൾ കയറ്റി പാലക്കാട് കൊണ്ട് എത്തിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അവർ ശ്രദ്ധിക്കില്ല എന്താണെന്നറിയാതെ. പക്ഷേ ഇപ്പോൾ അത് ഈ കൂടെ JPHN ഒക്കെ തന്നെ പോകുന്നുണ്ട്. ഡോക്ടർമാരുടെ മെഡിക്കൽ ക്യാമ്പും ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ മാറി വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പിന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ അതെ പണിയെടുക്കുന്നവർക്ക് 90 ദിവസം ജോലി ചെയ്തു എന്ന് പറഞ്ഞു. എന്തൊക്കെ തൊഴിലാണ് കൊടുത്തത്? സാർ, അവിടെ ഈ ഇവരുടെ സ്ഥലത്ത് തന്നെ കപ്പ, അതുപോലെ വാഴ ഇതൊക്കെ വെക്കുന്ന ആ ഭൂവികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അപ്പുറത്ത് മലമ്പുഴ കനാലുണ്ട്, മെയിൻ കനാലുണ്ട്. അത് റിപ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഇവരുടെ ഭാഗത്ത് വരുമ്പോൾ അത് ഇവർ ചെയ്യും.
പുറത്തേക്കൊന്നും അത് അധികം പോകാറില്ല. പക്ഷേ ഇവരുടെ ഭൂമിയിൽ മാക്സിമം ഭൂവികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യിപ്പിക്കുന്നു. മുമ്പ് കാട് പിടിച്ച് കിടക്കായിരുന്നു. ഇപ്പോൾ കാടൊക്കെ വെട്ടി ഇപ്പോൾ ധാരാളം കപ്പയും അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യാൻ മടിയുമില്ല. നമ്മുടെ മറ്റാളുകളെക്കാൾ കൂടുതൽ നന്നായിട്ട് ചെയ്യുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ സർ മാർക്സ് അവർ ഈ പട്ടികവർഗം അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തത് കൊണ്ട് അര മാർക്ക് ഞാൻ കൂടുതൽ കൊടുക്കുകയാണ്. 12.5 15-ൽ 11-11.5 10-ൽ 7.5 10-ൽ 7.5 10-ൽ 7. അപ്പോൾ പുതുപരിഹാരത്തിന് ഇപ്പോൾ 60-ൽ 46 മാർക്സാണ് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ ഈ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് PPRM സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്ക്. ഇത് അയക്കേണ്ട നമ്പർ 537252. പുതുപരിഹാരത്ത് നിന്ന് ഗ്രീൻ കേരള എക്സ്പ്രസ് സഞ്ചരിക്കുന്നത് ചെമ്പിലോട്ടേക്കാണ്. അതിനു മുൻപായി ഒരു ചെറിയ ഇടവേള. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് വീണ്ടും സ്വാഗതം. എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. ഈ ഡയലോഗ് ഓർമ്മയില്ലേ? നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിൽ ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്ന ഡയലോഗാണിത്. എന്നാൽ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ വേദിയിലേക്ക് ജൈവഗ്രാമം എന്ന സങ്കല്പവുമായി കണ്ണൂർ ജില്ലയിലെ ചെമ്പിലോട് കടന്നു വരുമ്പോൾ നമുക്ക് തീർച്ചയായും ഇതൊന്ന് മാറ്റി പറയേണ്ടി വരും. ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാം. അതിനു മുൻപ് സ്വാഗതം ചെയ്യാം ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിനെ. ചെമ്പിലോട് നിന്ന് ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ശ്രീമതി KP പ്രസന്ന, വൈസ് പ്രസിഡന്റ് ശ്രീ MV അനിൽകുമാർ, മെമ്പർ ശ്രീമതി CV സുനിത, സെക്രട്ടറി ശ്രീ CT പുരുഷോത്തമൻ, കൂടാതെ അഗ്രികൾച്ചറൽ ഓഫീസർ ശ്രീ KK കുഞ്ഞികൃഷ്ണൻ. പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തറികളുടെയും തിറകളുടെയും നാടായ കണ്ണൂർ ജില്ലയിലെ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത്. കണ്ണൂർ ജില്ലയിലെ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് എടക്കാട് ബ്ലോക്കിനകത്ത് സ്ഥിതി ചെയ്യുന്ന ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്താണ്. കണ്ണൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് എന്നാണ് മാം പറയുന്നത്. നമുക്ക് എന്തായാലും ആ ഗ്രാമത്തിലെ കാഴ്ചകളിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. ഇതാണ് ചക്കരക്കൽ. ചെമ്പിലോട് പഞ്ചായത്തിലെ പ്രധാന ടൗണും വാണിജ്യ കേന്ദ്രവും ഇവിടെയാണ്. ഇതാണ് ഇരുവേരിക്കാവ്. ജൈവ വൈവിധ്യം കൊണ്ട് സമൃദ്ധമാണ് ഈ കാവും പരിസരവുമൊക്കെ. ഇരുവേലി എന്നൊരു ഔഷധ സസ്യം ഈ കാവിലും പരിസരത്തുമൊക്കെ സമൃദ്ധമായി ലഭ്യമാണ്. ഈ സസ്യത്തിൽ നിന്നാണ് ഇരുവേരി എന്ന ഒരു പേര് ഈ പ്രദേശത്തിന് ലഭിച്ചത്. ഈ 9-10 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ കേരളത്തിൽ തന്നെ ഇവിടെ ചെമ്പിലോട് പഞ്ചായത്തിന്റെ 5ാം വാർഡിന്റെ ഗ്രാമസഭ നടക്കുകയാണ്. മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന എന്തൊക്കെ വികസന പദ്ധതികളാണ് ചെമ്പിലോടിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്? മറ്റ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വ്യത്യസ്തമായി
ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത്